രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിദേശ മണ്ണിൽ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയെടുത്ത ഒരു നിലപാടിന്റെ പേരിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തിയതിന്റെ പേരിൽ ഒന്ന് പ്രശംസിച്ചാൽ അത് വലിയൊരു തെറ്റായി മാറുമോ? സ്വന്തം പാർട്ടിയിലെ മുതിർന്ന ഒരു നേതാവിനെതിരെ അണികളും സഹപ്രവർത്തകരും വാളെടുത്തിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചതാണ് ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇതിനു മുൻപും പലതവണ കൃത്യമായ രാഷ്ട്രീയ പക്വതയോടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ള നേതാവാണ് ശശി തരൂർ. അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളും കാണുമല്ലോ. എന്നാൽ ഇവിടെ പതിവ് പോലെ എല്ലാ കാര്യങ്ങളിലും കുറ്റവും കുറവും മാത്രം കണ്ടുപിടിക്കുന്ന രാഹുൽ ഗാന്ധിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും ഇതൊട്ടും ദഹിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു വിദേശകാര്യ വിഷയത്തിൽ പിന്തുണച്ചതിനെ പോലും കടുത്ത രാഷ്ട്രീയ കണ്ണുകളിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുന്ന ഈ നേതാക്കളുടെ നിലപാട് എത്രത്തോളം കഷ്ടമാണെന്ന് ഈ സംഭവം കാണിച്ചു തരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എവിടെ നിന്നാണ് ഈ വിവാദങ്ങളുടെ തുടക്കം? ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പുകച്ചിലുകളുടെ പിന്നാമ്പുറങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വളരെ വ്യക്തമായി വിശദമായി തന്നെ പരിശോധിക്കാം. G7 ഉച്ചകോടിക്കിടെ ആഗോള നേതാക്കൾ പങ്കെടുത്ത വലിയൊരു വേദിയെയും അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയെയും മുൻനിർത്തിയാണ് ശശി തരൂർ തന്റെ പ്രസ്താവന നടത്തിയത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ, പ്രത്യേകിച്ച് സംഘർഷഭരിതമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റിനോട് വളരെ ശക്തമായി സംസാരിച്ചു എന്നതായിരുന്നു തരൂർ ചൂണ്ടിക്കാണിച്ച വിഷയം. വാണിജ്യ കപ്പലുകളിൽ സേവനമനുഷ്ഠിക്കുന്ന സാധാരണക്കാരായ നാവികരെ യുദ്ധസമയങ്ങളിൽ സൈനിക നടപടികൾക്കോ ആക്രമണങ്ങൾക്കോ വിധേയമാക്കരുത് എന്ന വിദേശ നയപരമായ ആവശ്യം ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഈ ഒരു നിലപാടിനെയാണ് ശശി തരൂർ പരസ്യമായി അഭിനന്ദിച്ചത്. വിദേശകാര്യ മേഖലയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഐക്യരാഷ്ട്രസഭയിൽ വരെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ശശി തരൂരിന് രാജ്യത്തിന്റെ വിദേശ നയങ്ങൾ എപ്പോൾ എങ്ങനെ ഉയർത്തിപ്പിടിക്കണമെന്ന് കൃത്യമായി അറിയാം. രാജ്യം ഭരിക്കുന്നത് ഏത് കക്ഷിയായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്നത് ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരന്റെ ലക്ഷണമാണ്. എന്നാൽ ഈ പക്വത ഉൾക്കൊള്ളാൻ പാർട്ടിയിലെ സഹപ്രവർത്തകർ തയ്യാറായില്ല എന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രധാന പ്രശ്നം. തരൂരിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ പവൻ ഖേരയാണ് തരൂരിനെതിരെ ഏറ്റവും കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ച അദ്ദേഹം താൻ തരൂരിന്റെ മുഴുവൻ പ്രസ്താവനയും കണ്ടിട്ടില്ലെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചെങ്കിലും പിന്നീട് ഉന്നയിച്ച വിമർശനങ്ങൾ തികച്ചും പരിഹാസഭരിതമായിരുന്നു. ഇന്ത്യയും US പുറത്തിറക്കിയ ഔദ്യോഗിക സംയുക്ത പ്രസ്താവനയിൽ ഒമാൻ ഉൾക്കടലിൽ കൊല്ലപ്പെട്ട 3 ഇന്ത്യൻ നാവികരെ കുറിച്ചോ അല്ലെങ്കിൽ തരൂർ അവകാശപ്പെടുന്ന തരത്തിലുള്ള ചർച്ചകളെ കുറിച്ചോ യാതൊരു പരാമർശവും ഇല്ലെന്ന് അദ്ദേഹം വാദിച്ചു. അവിടെയും നിർത്താതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ തരൂരിനെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിലാണ് പവൻ ഖേര പിന്നീട് പ്രതികരിച്ചത്. പ്രധാനമന്ത്രി മോദിയോടുള്ള ശശി തരൂരിന്റെ ആരാധന ഇപ്പോൾ ഭൗതിക ലോകത്തിന്റെ അതിരുകൾ പോലും ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം ഇതുകൊണ്ട് പറയാത്ത കാര്യങ്ങൾ പോലും തരൂർ ഇപ്പോൾ ദിവ്യദൃഷ്ടി കൊണ്ടെന്ന വണ്ണം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ട്വിറ്റ് വലിയ ചർച്ചയായി മാറി. സ്വന്തം പാർട്ടിയിലെ ഒരു ആളെ പരസ്യമായി ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ അസഹിഷ്ണുതയല്ലേ ഇതിലൂടെ പുറത്തു വന്നത്? കോൺഗ്രസ് പാർട്ടിയെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും നയിക്കുന്ന രാഷ്ട്രീയം എന്നത് എപ്പോഴും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അന്ധമായി എതിർക്കുക എന്നത് മാത്രമായി ചുരുങ്ങി പോവുകയല്ലേ? രാജ്യത്തിന് ഗുണകരമായ ഒരു കാര്യം നടന്നാൽ പോലും അതിനെ അംഗീകരിക്കാനുള്ള മനോഭാവം രാഹുൽ ഗാന്ധിക്കോ അദ്ദേഹത്തിന് ചുറ്റുമുള്ള നേതാക്കൾക്കോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പല നേതാക്കളും തരൂരിനെതിരെ ഇത്രയും വലിയ സൈബർ ആക്രമണങ്ങളും പരസ്യ വിമർശനവും നടത്തിയിട്ടും അതിനെ തടയാനോ തിരുത്താനോ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. കാരണം നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലതിനെ നല്ലതെന്നും ചീത്തതിനെ ചീത്തതെന്നും പറയാൻ ശശി തരൂർ കാണിക്കുന്ന ആർജവം കോൺഗ്രസിന്റെ കടുത്ത രാഷ്ട്രീയ ലൈനിന് വിരുദ്ധമാണ്. പ്രതിപക്ഷം എന്നാൽ എല്ലാറ്റിനെയും എതിർക്കൽ മാത്രമല്ല,
മറിച്ച് രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങളിൽ ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുക കൂടിയാണെന്ന് കോൺഗ്രസ് മറന്നു പോവുകയാണ്. ആദ്യം ഈ വിഷയത്തിൽ BJP രാഹുൽ ഗാന്ധി ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്പരം ചെളി വാരിയെറിഞ്ഞ് നാണം കെടുന്ന അവസ്ഥയിലാണ്. എല്ലാത്തിലും രാഷ്ട്രീയം കലർത്തി പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്ന കോൺഗ്രസിന്റെ ഈ രീതി തികച്ചും കഷ്ടം തന്നെയാണ്. ശശി തരൂർ നരേന്ദ്രമോദിയുടെ വിദേശ നയങ്ങളെയും ഇന്ത്യയുടെ ഭരണ നേട്ടങ്ങളെയും പ്രശംസിക്കുന്നത് ഇതാദ്യമായല്ല. മുൻപും പല ഘട്ടങ്ങളിലും അദ്ദേഹം മോദി സർക്കാരിന്റെ നല്ല തീരുമാനങ്ങളെ പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവിയും അതിലൂടെ രാജ്യം കൈവരിച്ച നയതന്ത്ര വിജയങ്ങളെയും വാനോളം പുകഴ്ത്തിയിരുന്നു. അപ്പോഴൊക്കെയും കോൺഗ്രസിനുള്ളിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം വസ്തുനിഷ്ഠയാണ്. കേവലം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ നേട്ടങ്ങളെ കാണാതിരിക്കാൻ തരൂരിലെ നയതന്ത്രത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം മോദിയെ പുകഴ്ത്തുന്നത് മറ്റൊന്നും ഉണ്ടായിട്ടല്ല, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ രാഷ്ട്രീയ പക്വത കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്ക് ഇല്ലാതെ പോകുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. തനിക്കെതിരെ ഉയർന്നു വന്ന ഇത്രയും വലിയ ആഭ്യന്തര വിമർശനങ്ങൾക്കും പവൻ ഖേരയുടെ പരിഹാസങ്ങൾക്കും മുന്നിൽ ശശി തരൂർ തകർന്നുപോയില്ല. അദ്ദേഹം വളരെ കൃത്യതയോടെയും അന്തസ്സോടെയും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മറുപടി നൽകി. തന്റെ പ്രസ്താവന കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ വ്യക്തിയെയോ പ്രകീർത്തിക്കാൻ വേണ്ടിയുള്ളതല്ലെന്നും മറിച്ച് വിദേശ മണ്ണിൽ കഴിയുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരുടെയും നാവികരുടെയും സുരക്ഷയെ മുൻനിർത്തി മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ലെന്ന കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. എന്നാൽ സ്വന്തം നേതാവിനെ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസനാക്കാൻ ശ്രമിച്ച കോൺഗ്രസ് തങ്ങൾ എത്രത്തോളം സഹിഷ്ണുതയില്ലാത്തവരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയല്ലേ. പ്രധാനമന്ത്രിയെ ഒന്ന് പുകഴ്ത്തിയാൽ ഉടൻ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്ന ഈ രീതി ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒട്ടും യോജിച്ചതല്ല. വിദേശകാര്യങ്ങളിൽ രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്ന അടിസ്ഥാന തത്വം പോലും കോൺഗ്രസ് നേതാക്കൾ മറന്നു പോവുകയാണ്. ശശി തരൂരിനെ പോലെയുള്ള ഒരു പക്വതയുള്ള നേതാവിനെ പരിഹസിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പവൻ ഖേരയും അതിന് മൗനാനുവാദം നൽകുന്ന രാഹുൽ ഗാന്ധിയും ജനങ്ങൾക്ക് മുന്നിൽ സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും അവസ്ഥ ആലോചിച്ചു നോക്കൂ. നരേന്ദ്രമോദിക്കെതിരെ തിരിയാൻ, അദ്ദേഹത്തെ ഒന്ന് കുറ്റപ്പെടുത്താൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തെങ്കിലും ഒരു വീഴ്ച കിട്ടുമോ എന്ന് കാതോർത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവരാണ് കോൺഗ്രസ് നേതൃത്വം. വിദേശത്ത് പോയി പ്രധാനമന്ത്രി എന്ത് സംസാരിച്ചാലും അതിലെവിടെയെങ്കിലും ഒരു തെറ്റ് ഉണ്ടായാൽ ഉടൻ തന്നെ പ്രസ് റിലീസും ഇറക്കി ചാടി വീഴാൻ റെഡിയായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടിയിലെ അത്രയും മുതിർന്ന ഒരു നേതാവ് ഇങ്ങനെ വന്ന് ബോംബിടുമ്പോൾ അത് താങ്ങാൻ പറ്റുമോ? തരൂർ ഇത്തരത്തിൽ പരസ്യമായി മോദിയെ അഭിനന്ദിക്കുമ്പോൾ ഇവർക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമല്ലേ. നമുക്കിനി ഇതിന്റെ ബാക്കി പുകിലുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് രാഷ്ട്രീയം എന്നാൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ മാത്രമായി മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ത് ചെയ്താലും അത് രാജ്യത്തിന് വിനാശകരമാണ് എന്ന് വരുത്തി തീർക്കാൻ നോക്കുന്ന ഒരു അന്ധമായ അജണ്ടയാണ് ഇവർക്കുള്ളത്. അതിനിടയിലേക്കാണ് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ ബ്രാൻഡായ ശശി തരൂർ കടന്നു വരുന്നത്. തരൂർ വെറുതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആളല്ല. വിദേശ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കിന് ഡൽഹിയിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ വിലയുണ്ട്. അങ്ങനെയുള്ള തരൂർ തന്നെ മോദിയുടെ ഈ ഒരു നയതന്ത്രത്തെ പുകഴ്ത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ മോദി വിരുദ്ധ പ്രസ്താവനകളുടെ അടിത്തറയാണ് അവിടെ ഇളകുന്നത്. ഇതാണ് കോൺഗ്രസ് ക്യാമ്പിലെ ഈ അസഹിഷ്ണുതയ്ക്ക് പ്രധാന കാരണം. തരൂരിനെ പോലെ വിവരവും പക്വതയുമുള്ള ഒരു നേതാവ് ഈ പാർട്ടിയിൽ പെട്ടുപോയല്ലോ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പോലും ചിന്തിക്കുന്നുണ്ടാവുക. പ്രധാനമന്ത്രി വിദേശത്ത് പോയി ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതാണ് ഒരു യഥാർത്ഥ ജനപ്രതിനിധിയുടെ ലക്ഷണം. അതിനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ തരൂർ ഭൗതിക ലോകത്തിന്റെ അതിരുകൾ ലംഘിച്ചു, പ്രധാനമന്ത്രി പറയാത്തത് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കരയുന്നത് കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നത്. മോദിയെ എതിർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് രാജ്യനന്മയെ മുൻനിർത്തി സംസാരിക്കുന്ന തരൂരിന്റെ ഈ പക്വത ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നുണ്ടാവില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ അന്ധമായ മോദി വിരോധം കൊണ്ട് കോൺഗ്രസ് സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന ബോധമെങ്കിലും ഇവർക്കുണ്ടായാൽ
നന്നായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.